മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച് ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ താരങ്ങളെ സൈൻ ചെയ്യുക എന്നത് മാത്രമല്ല 4 താരങ്ങളെ എന്തായാലും വിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. കാരണം അമോറിമിന്റെ പ്ലാനിൽ അല്ലെങ്കിൽ പ്രൊജക്റ്റിൽ ഇല്ലാത്ത മാർക്കസ് റാഷ്ഫോർഡ്, പിന്നെ അലജാൻഡ്രോ ഗർനാച്ചോ, ആന്റണി, സാൻചോ, ഈ 4 താരങ്ങളെയും വിൽക്കുക, പരമാവധി പണം സമാഹരിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് യുണൈറ്റഡിനുള്ളത്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ പ്രോഗ്രസീവായുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ അറിയാൻ സാധിക്കുന്നത് ജേഡൻ സാൻചോ മൗറീനിയോ പരിശീലിപ്പിക്കുന്ന പ്രമുഖ തുർക്കി ക്ലബായ ഫെനർബാച്ചയിലേക്ക് പോകുമെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. സാൻചോ ഒരു സീസൺ മുഴുവൻ ലോണിൽ ചെൽസിക്ക് വേണ്ടി കളിച്ചെങ്കിലും ചെൽസി സാൻചോയെ സ്വന്തമാക്കാൻ തയ്യാറായില്ല. സാൻചോയുടെ ഒരു വലിയ ഒരു ഫീ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. 3 ലക്ഷം പൗണ്ടാണ് ഒരു വീക്കിൽ സാൻചോയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലം. അപ്പോൾ പ്രതിഫലം കുറയ്ക്കാൻ സാൻചോ തയ്യാറാക്കാത്തത് ചെൽസിയുടെ ആ ഒരു പെർമനന്റ് ഡീലിന് വിഘാതം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. നാപ്പോളിക്കും സാൻചോയെ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫീ, വലിയൊരു ഫീ തന്നെ, ഹെഫ്റ്റി ഫീ തന്നെയായിരുന്നു വലിയൊരു പ്രശ്നം നാപ്പോളിക്ക്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിക്കുന്നത് സാൻചോ തൻ്റെ വേജസ് കുറയ്ക്കാൻ തയ്യാറായിരിക്കുന്നു. 8.5 മില്യൺ പൗണ്ടാണ് ഇപ്പോൾ ഫെനർബാച്ചെ വേജായിട്ട് സാൻചോയ്ക്ക് നൽകുന്നത്. 17 മില്യൺ പൗണ്ടിൻ്റെ ഡീലാണ് നടക്കാൻ സാധ്യത. അപ്പം നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ടുള്ള ഡീലിൽ നിർണായകമായുള്ള പുരോഗതികൾ ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. സാൻചോയും ഫെനർബാച്ചയും തമ്മിൽ പേഴ്സണൽ അഗ്രിമെന്റിൽ എത്തി എന്നുള്ള റിപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സാൻചോയെ ഓഫ്ലോഡ് ചെയ്യുക എന്നുള്ളത് യുണൈറ്റഡിനെ സംബന്ധിച്ച് വലിയൊരു ഇഷ്യൂ തന്നെയായിരിക്കും. അപ്പോൾ അത് ഒരു പ്രയോറിറ്റി ആയിട്ട് തന്നെ നിൽക്കുകയായിരിക്കും. കാരണം 25 മില്യൺ പൗണ്ടാണ് യുണൈറ്റഡ് വിലയിട്ടിരുന്നത് സാൻചോയ്ക്ക്. പക്ഷേ ഒരു വർഷം മാത്രമേ ഇനിയിപ്പം ജേഡൻ സാൻചോയ്ക്ക് യുണൈറ്റഡുമായി കരാറുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറെ മാക്സിമം പെട്ടെന്ന് തന്നെ ഓഫ്ലോഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും യുണൈറ്റഡിന് മുമ്പുള്ള ഓപ്ഷൻ. അപ്പോൾ ആ രീതിയിൽ സാൻചോ തുർക്കി ക്ലബ്ബ് ഫെനർബാച്ചയിലേക്ക് പോകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പം സ്ഥിരീകരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കുറച്ചും കൂടെ വാല്യുബിൾ ആയുള്ള രീതിയിൽ നമുക്ക് അനുമാനിക്കാൻ പറ്റുന്ന റിപ്പോർട്ടുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാർക്കസ് റാഷ്ഫോർഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ റാഷ്ഫോർഡ് ബാഴ്സലോണ എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് മുന്നിൽ വയ്ക്കുന്നത്. അപ്പോൾ അല്പം വൈകിയാണെങ്കിലും ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ ലാസ്റ്റ് ഫേസിലാണെങ്കിലും ബാഴ്സലോണയിൽ എത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് റാഷ്ഫോർഡ് നിൽക്കുന്നത്. അപ്പോൾ ബാഴ്സയെ സംബന്ധിച്ച് അവരുടെ പ്രൈം ടാർഗറ്റ് നിക്കോ വില്യംസ് ആണ്. അപ്പോൾ വില്യംസിനായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ റാഷ്ഫോർഡിന് എന്തായാലും 40 മില്യൺ പൗണ്ടൊക്കെ കൊടുത്ത് സൈൻ ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഒരു ലോൺ ഡീലിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഹാൻസി ഫ്ലിക്കിന് റാഷ്ഫോർഡിനെ കൊണ്ടുവരാൻ, ബാഴ്സയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കാരണം ഒരു നമ്പർ 9 എന്നുള്ള രീതിയിൽ ലെവൻഡോസ്കിക്ക് ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിലോ അല്ലാതെ തന്നെ ആ ഒരു കൂടുതൽ ശക്തി ആ ഒരു മേഖലയിൽ കൂടുതൽ വിന്യസിക്കാനാകും റാഷ്ഫോർഡിനെ കൊണ്ടുവന്നാൽ. പിന്നെ റാഷ്ഫോർഡിൻ്റെ ഒരു വൈഡ് പ്ലെയർ എന്നുള്ള രീതിയിലുള്ള എബിലിറ്റി എല്ലാം കൂടെ കണക്കിലെടുത്ത് ആണ് ബാഴ്സ ഇങ്ങനെ ഒരു നീക്കത്തിന് മുന്നോട്ട് പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ യുണൈറ്റഡിനെ സംബന്ധിച്ച് എന്തായാലും റാഷ്ഫോർഡിനെ നിലനിർത്തുക എന്നുള്ളത് അസാധ്യമായൊരു കാര്യമാണ്. ഓൾറെഡി പ്രീ സീസൺ ടൂറിനുള്ള ടീമിൽ നിന്ന് റാഷ്ഫോർഡിനെയൊക്കെ ഒഴിവാക്കിയിരുന്നു അമോറിം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മാർക്കസ് റാഷ്ഫോർഡ് ബാഴ്സലോണയിലേക്ക് പോകും. ലോണിൽ, ഒരു വർഷത്തെ ലോൺ ഡീലിൽ പോകാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്നത്. ഇപ്പോൾ റാഷ്ഫോർഡിനെ സംബന്ധിച്ച് ബാഴ്സയിൽ എത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അദ്ദേഹത്തിന് മുമ്പിലെടുത്ത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലെമീൻ യമാലിനെ പുകഴ്ത്തുന്ന പ്രസ്താവനയുമായിട്ടൊക്കെ റാഷ്ഫോർഡ് വന്നിരുന്നു, യമാലിനൊപ്പം കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ മറ്റൊരു നിർണായകമായുള്ള ഒരു പുരോഗതി ഉണ്ടായിരിക്കുന്നത് റയൽ ബെറ്റിസിലേക്കുള്ള ആന്റണിയുടെ നീക്കമാണ്. ഇടയ്ക്ക് ആന്റണി റയൽ ബെറ്റിസിലേക്ക് പോകാൻ സാധ്യതയില്ല, റയൽ ബെറ്റിസിന് ആന്റണിയെ സൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പം ജോണി കാർഡോസോയെ വിറ്റിരിക്കുകയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന്. അതുവഴി 25.5 മില്യൺ പൗണ്ടാണ് നിലവിൽ ഇപ്പം റയൽ ബെറ്റിസിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ 32.5 മില്യൺ പൗണ്ട് എന്നുള്ള ആന്റണിയുടെ ആ ഒരു ട്രാൻസ്ഫർ ഫീ അറ്റൈൻ ചെയ്യാൻ റയൽ ബെറ്റിസിന് സാധിക്കും. അതുവഴി താരത്തെ സ്പാനിഷ് ലീഗിൽ, ലാലിഗയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ആന്റണി 30% തൻ്റെ വേജ് കുറയ്ക്കാൻ തയ്യാറാണെന്നുള്ള സന്നദ്ധതയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത് പ്രാക്ടിക്കൽ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആന്റണിയെ സംബന്ധിച്ച് റയൽ ബെറ്റിസ് എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ആന്റണിക്ക് മുമ്പിലുള്ളൂ. കാരണം ബെറ്റിസിൽ അത്രയും മികച്ച രീതിയിലാണ് 6 മാസ കാലയളവിൽ ലോണിൽ പോയി അദ്ദേഹം കളിച്ചത്. അപ്പം ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യുക, നാഷണൽ ടീമിലേക്ക് ഇപ്പം വിളിയൊക്കെ വന്ന സാഹചര്യത്തിൽ അത് തുടർന്ന് പോകാൻ, ബ്രസീലിന് വേണ്ടി അടുത്ത ലോകകപ്പ് കളിക്കുക എന്നുള്ള വലിയ ആഗ്രഹമൊക്കെയാണ് ആന്റണിക്കുള്ളത്. അപ്പോൾ അതിനൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും റയൽ ബെറ്റിസ്. പിന്നെ ഗർനാച്ചോയുടെ കാര്യത്തിലാണ് ഒരു അവ്യക്തത നിൽക്കുന്നത്. കാരണം
ഗർണാച്ചോയും അമോറിമിന്റെ സിസ്റ്റത്തിന് പുറത്താണ്. അപ്പൊ ഗർണാച്ചോ എന്തായാലും വേറെ ക്ലബ്ബ് നോക്കണം എന്നൊക്കെ അമോറിം നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. ഇനിയിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ കേൾക്കുന്ന ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ ചെൽസിയുമായി ബന്ധപ്പെട്ടാണ്. ചെൽസിക്ക് ഗർണാച്ചോയെ സൈൻ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ അതൊരു സ്വാപ്പ് ഡീലൊക്കെ ആണെന്നുള്ള രീതിയിലുള്ള റൂമറുകളൊക്കെയാണ് വരുന്നത്. എൻകുങ്കുവിനെ സ്വാപ്പ് ചെയ്ത് ഗർണാച്ചോയെ ടീമിലെത്തിക്കാനാണ് ഇപ്പോൾ ചെൽസി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നുള്ള കാര്യം ഒരു സംശയമാണ്. ഒന്നത് 27 വയസ്സുള്ള എൻകുങ്കുവിനെ പോലെ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് 11-ൽ അധികം അവസരമൊന്നും ലഭിക്കാതെ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാതെ കളിക്കുന്ന ഒരു പ്ലെയറെ യുണൈറ്റഡ് സ്വീകരിക്കുമോ? ഗർണാച്ചോയെ കൊടുക്കണം എന്നുള്ളതൊരു വലിയ ടാർഗറ്റാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ആ ഒരു സ്വാപ്പ് ഡീൽ എത്രത്തോളം യാഥാർത്ഥ്യമാകും, അമോറിം അത് അംഗീകരിക്കുമോ എന്നുള്ളത് എനിക്കെന്തോ വ്യക്തിപരമായിട്ടൊരു സംശയം തോന്നുന്നുണ്ട്. അപ്പം അറിയില്ല. അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ആണ് ഇപ്പം ഗർണാച്ചോയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. പിന്നെ ഗർണാച്ചോയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ക്ലബ്ബ്, ഗർണാച്ചോയെ സൈൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ക്ലബ്ബ് നാപ്പോളിയാണ്. അപ്പം നാപ്പോളി ജനുവരിയിൽ ഓൾറെഡി യുണൈറ്റഡിനെ സമീപിച്ചിരുന്നു. അപ്പോൾ ഇപ്പോഴും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. പക്ഷേ ട്രാൻസ്ഫർ തുകയിൽ ഉള്ള ഒരു ഹെഫ്റ്റി ആയുള്ള ഒരു ട്രാൻസ്ഫർ തുക യുണൈറ്റഡ് ആവശ്യപ്പെടുന്നുള്ള ഒരു ഇഷ്യൂ ആണ് ഇപ്പം അവിടെ നിൽക്കുന്നത്. പിന്നെ ആസ്റ്റൺ വില്ലയുടെ പേരും ഇങ്ങനെ റൂമറുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ യാഥാർത്ഥ്യമാകുമോ എന്നുള്ള കാര്യം ഒരു സംശയമാണ്. അപ്പം ഗർണാച്ചോയുടെ ഒരു ഭാവിയും ഇതേപോലെ ഒരു സെപ്റ്റംബർ വരെയൊക്കെ ചിലപ്പം തുടരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയുടെ ലാസ്റ്റ് ഫേസിലൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അപ്പം ഈ 4 താരങ്ങളെയും സംബന്ധിച്ച് അവരുടെ നാഷണൽ ടീമിന് വേണ്ടി കളിക്കുന്നതിൽ ഒരു വലിയ റോള്, ഒരു മാറ്റം വേണ്ടി വരും. അതായത് അവർ വേറെ ഏതെങ്കിലും മികച്ച രീതിയിൽ ഏതെങ്കിലും ക്ലബ്ബിൽ കളിച്ചാൽ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വേൾഡ് കപ്പിലൊക്കെ ഈ 4 താരങ്ങൾക്കും കളിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഗർണാച്ചോ ഒക്കെ അർജന്റീനയ്ക്ക് വേണ്ടി വീണ്ടും കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയറാണ്. 20 വയസ്സ് മാത്രമുള്ള ഒരു പ്ലെയറാണ്. അപ്പം സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ യുണൈറ്റഡിനെ സംബന്ധിച്ച് ഈ 4 താരങ്ങളും എന്തായാലും അനഭിമിതരാണ്. അപ്പോൾ അവരെ ഈ ഒരു പ്രൊജക്റ്റിന് പുറത്ത് നിൽക്കുന്നവരാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ എത്രയും വേഗം പരമാവധി ഈ താരങ്ങളെ എത്രയും വേഗം വിറ്റൊഴിവാക്കി പരമാവധി പണം സമാഹരിച്ച് ഇനിയുള്ള മറ്റ് പെർസ്യൂട്ടുകൾ, അതായത് ഇനിയും പല താരങ്ങളെയും ലക്ഷ്യം വെച്ച് നിൽക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അപ്പോൾ അത് പേസ് കൂട്ടാനും അക്കാര്യത്തിലൊരു യാഥാർത്ഥ്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനൊക്കെ ആയിരിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു യുണൈറ്റഡിലെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ ഒരു നീക്കത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ.